വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 43-ാമത്തെ വാക്യം. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷം ഇല്ല. നോ ഗുഡ് ട്രീ ബേഴ്സ് ബാഡ് ഫ്രൂട്ട്. ഒരുവനെ മനസ്സിലാക്കുവാനായിട്ട് നമുക്കിടയാവുന്നത് ആ വ്യക്തിയുടെ ജീവിതവും വ്യക്തിയുടെ പ്രവർത്തനങ്ങളും ആസ്പദമാക്കിയിട്ടാണ്. ഒരു ആശ്രമത്തിൽ പ്രായം ചെന്നതായുള്ളൊരു സന്യാസി അദ്ദേഹത്തിൻ്റെ ശിഷ്യരായി തീരുവാനൊക്കെ ആഗ്രഹിച്ച് അവിടെ വന്ന് താമസിച്ചതായുള്ള ശിഷ്യഗണങ്ങളും ഉണ്ടായിരുന്നു. ചില ശിഷ്യന്മാർ ഒരുമിച്ച് ഈ സന്യാസിയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങൾക്കൊരു തീർത്ഥയാത്രയ്ക്ക് പോകുന്നതിനായിട്ട് അനുവാദം നൽകണം. അദ്ദേഹം പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഞാൻ നിങ്ങൾക്കൊരു പാവയ്ക്ക നൽകുവാനായിട്ട് പോവുകയാണ്. ഈ പാവയ്ക്കായുമായി നിങ്ങൾ പോകേണ്ട എല്ലാ സ്ഥലങ്ങളിലും പോയി ആ പാവയ്ക്കായുമായിട്ട് തിരിച്ചു വരണം എന്നതാവശ്യപ്പെട്ടു. ശിഷ്യന്മാർ ഗുരു പറഞ്ഞതുപോലെ അപ്രകാരം തന്നെ ചെയ്യുന്നതിനായിട്ട് താല്പര്യപ്പെടുകയും അവർ തിരികെ വന്ന അവസരത്തിൽ പാവയ്ക്ക തിരികെ കൊണ്ടുവന്ന് ഗുരുവിനോട് പറഞ്ഞു, ഗുരു കൽപ്പിച്ചതുപോലെ ഞങ്ങളെല്ലാം സ്ഥലങ്ങളിലും പോയി ഗുരു തന്നതായുള്ള പാവയ്ക്ക തിരികെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഗുരു പറഞ്ഞു, നമുക്ക് ഇന്ന് വൈകിട്ട് അത് കറി വെച്ച് ഒരുമിച്ച് കൂട്ടാം. അങ്ങനെ അത് കറി വെച്ച് വൈകിട്ട് കൂട്ടുന്നതായുള്ള അവസരത്തിൽ ഗുരു പ്രവചിച്ചു, ഈ പാവയ്ക്കായ്ക്ക് കയ്പുണ്ടല്ലോ. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാരിൽ ഒരാൾ പറഞ്ഞു, അതതിൻ്റെ സ്വഭാവമല്ലേ, പാവയ്ക്ക കഴിക്കാതിരിക്കുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഗുരു പറഞ്ഞു, എനിക്കത് തന്നെയാണ് നിങ്ങളോട് പറയുന്നതിനായിട്ടുള്ളത്. നിങ്ങൾ എത്ര തീർത്ഥാടനത്തിന് സ്ഥലങ്ങളിൽ പോയാൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ ആത്യന്തികമായിട്ട് ഒരു വ്യതിയാനം ഉണ്ടാകുന്നില്ല എങ്കിൽ, രൂപാന്തരം ഉണ്ടാകുന്നില്ല എങ്കിൽ നിങ്ങളുടെ ഈ യാത്രയും അധ്വാനവും എല്ലാം വൃഥാവാണ്. ഇന്ന് ഡി അഡിക്ഷൻ സൺഡേ ആയിട്ടാണ് നാം വേർതിരിച്ചിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ സ്വഭാവം എന്താണ് എന്നത് മനസ്സിലാക്കാനായിട്ട് ഇടയായി തീർന്നാൽ അവൻ മദ്യപാനിയാണോ, മദ്യപാനത്തിൽ നിന്ന് വിമുക്തനായ ആളാണോ, മദ്യപാനമില്ലാതെ ജീവിക്കുന്ന ആളാണോ, ഇതൊക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കും. നാം വളരെ ക്രമമായിട്ട് ദേവാലയത്തിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നതായുള്ള ദൈവമക്കളാണ്. ക്രമമായി ദേവാലയത്തിൽ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കാര്യമാകുകയില്ല. അടിസ്ഥാനപരമായി ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകുവാൻ്റെ കോണം ഈ ദേവാലയത്തിൽ വന്ന് ദൈവത്തെ കാണുന്നതും ആരാധിക്കുന്നതും പ്രയോജനപ്പെടുന്നില്ല എന്നുവരികിൽ അതെല്ലാം തന്നെ വ്യർത്ഥമാണ്. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായുള്ള വാക്കുകളാണ് ഇന്ന് വിശുദ്ധ ഏവൻഗേലിയനായിട്ട് വായിക്കുവാൻ്റെ ഇടയായിട്ട് തീർന്നത്. അതിലൊരു വാക്യമാണ് ഞാനിപ്പോൾ വായിച്ചത്. ആകാത്ത ഫലം കായ്ക്കുന്ന നല്ല വൃക്ഷമില്ല. ഇവിടെ എത്ര ആളുകൾ മദ്യപാനികളാണ്, എത്ര ആളുകൾ മദ്യം തൊട്ടിട്ടുണ്ട്, ഇതൊന്നും ചോദിക്കുന്നതിനായിട്ടല്ല ഞാൻ ഇപ്പോൾ ഈ അവസരം ആഗ്രഹിക്കുന്നത്. ധാരാളം ആളുകൾ ഇപ്പോൾ മദ്യപാനത്തിന് അടിമകളാണ്. ഒരിക്കലെങ്കിലും തൊട്ടിട്ടില്ലാത്ത ആളുകൾ വളരെ കുറവാണ്, പുരുഷന്മാരും സ്ത്രീകളും എല്ലാം. ഇന്ന് കുഞ്ഞുങ്ങൾ വരെ ഡ്രഗ്സിന് അടിമകളാണ് എന്നത് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായുള്ളൊരു കാലയളവ് കൂടിയാണ്. കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ, പ്രായമുള്ളതായുള്ള ആളുകൾ എല്ലാം ഡ്രഗ്സിന് അടിമപ്പെട്ടതായുള്ള ആളുകളാണ്. വിദ്യാലയ വർഷം ആരംഭിച്ചത് വളരെ അടുത്ത സമയത്താണ്. ഒരു വിദ്യാലയത്തിലെ ബസ് ഓടിക്കുന്നതായുള്ള ഡ്രൈവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് യാത്ര ചെയ്യുന്നതായുള്ള അവസരത്തിൽ പോലീസ് ഇടപെട്ടു മദ്യപാനിയാണോ എന്നത് നോക്കുന്നതിനായിട്ട് ശ്രമിച്ചു. അദ്ദേഹം മദ്യപാനിയാണ് എന്നത് തെളിഞ്ഞു. പിന്നീട് ആ പോലീസുകാരനാണ് ആ വണ്ടിയുമായി വിദ്യാലയത്തിൽ കുഞ്ഞുങ്ങളെ കൊണ്ടുവരുവാൻ കൊണ്ടിടയായിട്ട് തീർന്നത്.
കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ ഡ്രഗ്സ് തങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതെവിടെയൊക്കെയാണ് അവർ സൂക്ഷിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ തിട്ടപ്പെടുത്തുവാനൊക്കെ നമുക്ക് ആർക്കും സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു പരമാർത്ഥം. ആളുകൾ മദ്യപാനിയായിട്ട് തീരണമെന്നോ മദ്യപാനികളെയെല്ലാം ഇന്ന് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നതിനായിട്ടോ അല്ല സഭ ആഗ്രഹിക്കുന്നത്. സഭ ആഗ്രഹിക്കുന്നത് ഇതിൽ നിന്നുള്ള ഒരു വിടുതൽ സാധ്യമാണ് എന്നത് പറയാനായിട്ടാണ്. എപ്പോൾ ഇഫ് യു പുട്ട് യുവർ മൈൻഡ് ഇൻ ടു ഇറ്റ്, നിങ്ങൾ അതിനായിട്ട് മനസ്സ് വയ്ക്കുന്നുണ്ടെങ്കിൽ അത് സാധ്യമാണ്. ബെഥസ്ദ കുളക്കരയിൽ കിടന്നതായുള്ള മനുഷ്യൻ്റെ അടുത്തേക്ക് കർത്താവായ യേശു ക്രിസ്തു ചെല്ലുന്ന അവസരത്തിൽ അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്നുള്ളതാണ്. അവൻ കുളക്കരയിലാണ് കിടക്കുന്നത്, സൗഖ്യമാകുവാൻ വന്നിരിക്കുന്നതാണ്. ദൈവദൂതന്മാർ ഇറങ്ങി വെള്ളം കലക്കുമ്പോൾ ആദ്യം അതിനകത്ത് ചാടുവാനായിട്ട് സാധിക്കാതെ പോകുന്നത് കൊണ്ട് അവിടെ കിടക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് അവനോട് ചോദിക്കുന്നത്, നിനക്ക് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ട്? ചുറ്റുപാടുകൾ എല്ലാവരും രോഗികളാണ്, എല്ലാവരും മദ്യപാനികളാണ് എന്നൊക്കെ പറയുന്നതായുള്ള അവസരത്തിൽ ഈ ചോദ്യം ഏറെ പ്രസക്തിയുള്ളതാണ്. നിനക്ക് സൗഖ്യമാകുവാനായിട്ട് മനസ്സുണ്ട്? കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്നത് ഒരു പുസ്തകത്തിൻ്റെ തലക്കെട്ടാണ്. ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിൽ ഇരിക്കുന്നതായുള്ള അവസരത്തിൽ സഭയുടെ ട്രസ്റ്റി ഒരു സ്നേഹിതനുമായിട്ട് അവിടെ എത്തി. അവിടെ എത്തുവാനായുള്ള കാരണം ബാബു എബ്രഹാം എന്ന് പറയുന്നതായുള്ള മനുഷ്യൻ എഴുതിയതായുള്ള പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ചതായുള്ള ആ ദിവസം തന്നെ മുഴുവൻ പ്രതികളും വിറ്റുപോയി. അതിൻ്റെ വീണ്ടും പ്രസിദ്ധീകരിച്ച അവസരത്തിൽ ഒരു കോപ്പി എനിക്ക് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ബാബു എബ്രഹാം സഭാ ട്രസ്റ്റിയോടൊന്നിച്ച് അവിടെ വന്നത്. ഞാൻ ആ പുസ്തകം ശ്രദ്ധയോടുകൂടി വായിച്ചു. ഒന്നല്ല, 2 അല്ലെങ്കിൽ 3. കമ്പിളിക്കണ്ടം എന്ന് പറയുന്നത് ഹില്ലി സ്റ്റേഷനാണ്, നല്ല തണുപ്പുള്ളതായുള്ള സ്ഥലം. അവിടെ കുടിയേറി പാർത്തതായിട്ടുള്ള ഈ എന്നെ കാണാൻ വന്നതായിട്ടുള്ള ബാബു എബ്രഹാമിൻ്റെ പിതാവ് ഒരു വലിയ മദ്യപാനിയായിട്ട് തീർന്നു എന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ വീട്ടിൽ ആ പിതാവിൻ്റെ ഭാര്യ, ആ മക്കളുടെയൊക്കെ അമ്മ അവിടെയുണ്ട്, 4 മക്കളും അവിടെയുണ്ട്. എല്ലാ ദിവസവും മദ്യപാനം നടത്തിയതിന് ശേഷം അദ്ദേഹം വീട്ടിൽ വരും. വന്നാൽ ഉടനെ വാതിൽ തുറന്നു കൊടുക്കുന്നതായ ഭാര്യയുടെ കന്നത്ത് നല്ല അടി വെച്ച് കൊടുക്കുകയാണ് പതിവ്. പിന്നെ ഉള്ളതായുള്ള കോലാഹലങ്ങൾ വേറെയും. അദ്ദേഹത്തിന് അത്താഴം കൊടുക്കുന്നതിനായിട്ട് ഭാര്യ താല്പര്യപ്പെട്ട് കൊടുക്കുമായിരുന്നു. എന്നാൽ മദ്യപാനി ആയതുകൊണ്ട് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ആ പാത്രങ്ങളെല്ലാം തട്ടിത്തെറിപ്പിച്ച് അത് പൊട്ടിച്ച് കളയുമായിരുന്നു. എന്തോ ഒരു ദുഃഖകരമായുള്ള അവസ്ഥ. അവിടെയും തീരുന്നില്ല. ഈ അപ്പൻ എന്നും ഇങ്ങനെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കും എന്നതുകൊണ്ട് തൻ്റെ മക്കൾ സുരക്ഷിതരാകണം എന്നതാഗ്രഹിച്ച് വൈകിട്ട് നേരത്തെ ഭക്ഷണം കൊടുത്ത് ഈ കുട്ടികളെ ഉറക്കിയതിന് ശേഷം ഒരു ഉറക്കത്തിൽ നിന്ന് വിളിച്ചെഴുന്നേൽപ്പിച്ച് അടുത്തുള്ളതായുള്ളൊരു കുറ്റിക്കോട്ടിൽ അത് ഭംഗിയായിട്ട് വൃത്തിയാക്കിയൊക്കെ അവിടെ കുഞ്ഞുങ്ങൾ പോയി
രാത്രി ഉറങ്ങുവാനൊക്കെയുള്ള ക്രമീകരണം അമ്മ ചെയ്യുമായിരുന്നു. അപ്പൻ വീട്ടിൽ വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിപ്പാനിടയാകരുത്. ഒരു നാൾ അപ്പന് മനസ്സിലായി ഇങ്ങനെ പോയാൽ കാര്യം നടക്കുകയില്ല. അദ്ദേഹം ഒരു ദിവസം ഇപ്രകാരം ആ വീട്ടിൽ പറയുകയുണ്ടായി, ഞാൻ എവിടെ നിന്ന് പോവുകയാണ്, ഞാൻ ആ മലബാറിലെങ്ങാനും പോയി കുറേ ജോലി ചെയ്ത് കുറേ പണമൊക്കെ ഉണ്ടാക്കി ഞാൻ പിന്നെ വന്ന് മടങ്ങി ഈ ഭവനത്തിൽ വസിച്ചുകൊള്ളാം. അപ്പോൾ ഈ ഭാര്യ ചോദിക്കുന്നുണ്ട്, എന്നെയും ഈ 4 മക്കളെയും ഇവിടെ ഇട്ടിട്ട് പോകാനായിട്ടാണോ അങ്ങ് ആഗ്രഹിക്കുന്നത്? ചെവിക്കൊണ്ടില്ല, മദ്യപാനിയല്ല, ചെവിക്കൊണ്ടില്ല, അദ്ദേഹം അങ്ങ് പോയി. അമ്മ മക്കളെയെല്ലാം വിളിച്ചുകൊണ്ടി പറഞ്ഞു, മക്കളെ, ജീവിതം വളരെയധികം പ്രയാസമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിവിടെ അടുത്തുള്ളതായുള്ള ഡാമിലേക്ക് പോയി ഞാൻ ആദ്യം വെള്ളത്തിലേക്ക് എടുത്ത് ചാടാം, പിന്നെ നിങ്ങൾ പുറകെ എല്ലാവരും എടുത്ത് ചാടണം. അപ്പോൾ അതിലൊരു പെൺകുട്ടി പറഞ്ഞു, അമ്മേ, എനിക്കിത് പ്രയാസമാണ്, എനിക്കിങ്ങനെയൊന്നും വെള്ളത്തിലൊന്നും ചാടാനൊന്നും എളുപ്പമല്ല. അതുകൊണ്ട് അമ്മ ഒരു കാര്യം ചെയ്യും, ഞങ്ങളെല്ലാം ആദ്യം വെള്ളത്തിലേക്ക് എടുത്ത് എറിഞ്ഞതിന് ശേഷം പിന്നെ അമ്മ ചാടിക്കും. അമ്മ പറഞ്ഞു, മക്കളെ, നിങ്ങൾ നൊന്ത് പ്രസവിച്ചതായാലും എനിക്ക് നിങ്ങളെ എടുത്ത് വെള്ളത്തിലിടാനായിട്ട് കഴിയുകയില്ല. അതുകൊണ്ട് അമ്മ പറഞ്ഞതായുള്ള കാര്യം മക്കൾ നിർവഹിക്കണം എന്നതാണ് വീണ്ടും അമ്മ അവരോട് പറഞ്ഞത്. അങ്ങനെ അവരൊരു ദിവസം ഈ ഡാമിൻ്റെ അടുത്ത് പോയി. ഡാമിൻ്റെ അടുത്ത് ചെന്ന സമയത്ത് ആ പെൺകുട്ടി വീണ്ടും പറഞ്ഞു, അമ്മേ, ഇത് പ്രയാസമാണ്, ഇത് വളരെ വിഷമമാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മളെ ഇവിടെയല്ല, ഈ കമ്പളിക്കണ്ടത്തിലല്ല ആളുകൾക്ക് നമ്മളെ അറിയാവുള്ളൂ, നമുക്ക് അടുത്തുള്ളതായുള്ള ചില സ്ഥലങ്ങളിലേക്കൊക്കെ പോയി തെണ്ടിയാണെങ്കിലും വല്ലതും കിട്ടുന്നത് കൊണ്ട് ജീവിക്കാം. എന്നാണല്ലോ അമ്മ അതിന് വഴങ്ങി. അതുകൊണ്ട് അവരുടെ ആത്മഹത്യ ഉണ്ടായില്ല. ജോലി ചെയ്ത് അതിൽ നിന്ന് കിട്ടുന്നതായുള്ള വേതനം കൊണ്ട് കുടുംബത്തെ പുലർത്തുന്നതിനായിട്ട് അമ്മ കിണഞ്ഞ് പരിശ്രമിച്ചു. ഒരു പ്രാവശ്യം ട്രേഡ് യൂണിയൻകാർ വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട്, ഇത് ഇങ്ങനെ നിങ്ങൾക്ക് വനിതകൾക്കൊന്നും ചെയ്യാവുന്ന ജോലിയല്ല, ഇതൊക്കെ ഉപേക്ഷിക്കണം. അപ്പോൾ അവരത് തോർത്തെടുത്ത് തലയിൽ ചുറ്റിക്കൊണ്ട് പറഞ്ഞു, ചൂണ്ടയുണ്ടെങ്കിൽ ഞങ്ങളെ നിർത്തിക്കും. അവളത് സർവൈവ് ചെയ്തു, ജോലി ചെയ്തു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ അപ്പൻ പണ്ട് പറഞ്ഞതുപോലെ മലബാറിൽ നിന്നൊക്കെ കഴിഞ്ഞ് മടങ്ങി വന്നു. ഇപ്പോൾ ഈ ബാബു ഏബ്രഹാം ഉൾപ്പെടെ അമ്മയോട് പറഞ്ഞു, അമ്മേ, ഞങ്ങൾ ഇത്രയും സംവത്സരം തന്തയില്ലാത്ത മക്കളെ പോലെയാണ് ജീവിച്ചത്. ഞാനത് പറഞ്ഞതിനോട് ക്ഷമിക്കുക. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ വേണ്ട, ഉപേക്ഷിക്കാം. അദ്ദേഹം എന്താണ് നമ്മളെല്ലാം ഉപേക്ഷിച്ചതല്ലേ. അമ്മ പറഞ്ഞു, പാടില്ല, നിങ്ങളെയെല്ലാം എനിക്ക് സമ്മാനിച്ചത് ഈ ഒരു മനുഷ്യൻ ഉണ്ടായിട്ടാണ്. അതുകൊണ്ട് ആ മനുഷ്യനെ പരിചരിക്കുക എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടൊരാവശ്യമാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കി ഈ വീട്ടിൽ കഴിയാമെങ്കിൽ കഴിഞ്ഞു. നിങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞാൻ അപ്പനെ സ്വീകരിക്കും. അപ്പൻ മദ്യപാനത്തിൽ നിന്നൊക്കെ മാറി ജീവിക്കുന്നതിനായിട്ടൊക്കെ ഇടയായിട്ട് തീർന്നു. എനിക്ക് ഈ രാവിലെ സമയത്ത് എല്ലാവരോടും പറയുന്നതിനായിട്ടുള്ളത്, സ്നേഹത്തോടും മൃദുലതയോടും മനുഷ്യരോട് ഇടപെടുന്നതായുള്ള അവസരത്തിലാണ് അവരുടെ സ്വഭാവത്തെ മാറ്റിയെടുക്കുവാൻ്റെ കോണം ഇടയായിട്ട് തീരുന്നത്. സഹിഷ്ണുത ആവശ്യമാണ്. എനിക്ക് നിങ്ങൾക്കും അതിശയമുണ്ട്, ഇത്രയും ദേഹോപദ്രവം ചെയ്തതായിട്ടൊരു മനുഷ്യൻ, തന്നെയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് പോയതായിട്ടൊരു മനുഷ്യൻ തിരികെ വരുന്നതായുള്ള അവസരത്തിൽ പിന്നെയും സ്വീകരിക്കുവാൻ്റെ കൊണ്ട് എങ്ങനെയാണ് മനസ്സുണ്ടാവുന്നത്?
ഈ രാവിലെ സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ പഠിക്കേണ്ടതായൊരു വിഷയം, വേദപുസ്തകം നമ്മോട് പറയുന്നത് ദീർഘക്ഷമയുള്ളവരായിരിക്കണം. Are we able to do that? സോഷ്യൽ മീഡിയയുടെ ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ കേൾക്കുന്നതിനായിട്ട് എനിക്ക് ഇടയായിട്ട് തീരുന്നുണ്ട്. ഒരു രീതിയിലും ക്ഷമിക്കുന്നതിനായിട്ട് ആർക്കും മനസ്സില്ല. ഇടവകയിലും സംഘടനകളിലും സഭയിലും എല്ലാം അതിൻ്റെ പരാതി കൂനകളാണ് എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഉപദേശിക്കുവാൻ കഴിയുന്നതാണ് ക്ഷമിക്കണം. പത്രോസ് ചോദിച്ചു, എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 770 വട്ടം. അറിയാവോ എത്രയാവുന്നു? ദീർഘമായിട്ട് ക്ഷമിക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. ദീർഘമായിട്ട് ക്ഷമിക്കണം. Forgiveness is a virtue every Christian should have. Every Christian should have. നിങ്ങളുടെ ഒന്നും വീട്ടിൽ വഴക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. ഈ പള്ളിയിലും വഴക്കില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നാൽ അന്യോന്യം ക്ഷമിച്ച്, സഹിച്ച്, സ്നേഹിച്ച് ഐക്യത്തിൽ വളരുവാൻ നമുക്ക് ഇടയായിട്ട് തീരണം എന്നുള്ള ഗുണപാഠമാണ് നമുക്ക് ലഭിക്കുന്നത്. ഞാൻ എൻ്റെ കടക്കാരോട് ക്ഷമിക്കുന്ന പോലെ നീയും എന്നോട് ക്ഷമിക്കണമെന്നാണ് ദിവസവും പ്രാർത്ഥിക്കുന്നത്. കൊലോസ്യർക്ക് എഴുതാനുള്ള ലേഖനത്തിലും പൗലോസ് അപ്പോസ്തലൻ അതുതന്നെ പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ അന്യോന്യം ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ കുംഭസാരത്തിൻ്റെ പ്രാർത്ഥനയാണ് നാം നിർവഹിക്കാനായിട്ട് പോകുന്നത്. എന്തിനാണ് ചെയ്യുന്നത്? വിശുദ്ധ മേശയിൽ സംബന്ധിക്കുവാൻ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ നമുക്ക് ഇടയായിട്ട് തീരേണ്ടത് ഈ പാപക്ഷമയോടുകൂടിയും റെക്കൺസിലിയേഷനിലൂടെയും ആയിരിക്കണമെന്നതാണ്. Reconciliation is possible only through forgiving and forgetting. മറക്കരുത്, reconciliation is possible only through forgiving and forgetting. ഞാൻ ക്ഷമിക്കണമോ? നമുക്കൊരു ഉത്തരമേ ഉള്ളൂ, ക്ഷമിക്കണം. ഞാൻ മറക്കണമോ? ഒരു ഉത്തരമേ ഉള്ളൂ, മറക്കണം. എത്രയെത്ര പ്രയാസ സാഹചര്യങ്ങളിലൂടെയാണ് നാം എല്ലാം കടന്നു പോയിട്ടുള്ളത്. എന്നാലും ഒരുമിച്ച് ജീവിപ്പാൻ്റെ കോണം സാധ്യമായിട്ട് തീരുന്നത് സ്നേഹത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ഭാവം നമ്മളുള്ളത് കൊണ്ടാണ്. We forgive, we forget. ഇവിടെ ഇരിക്കുന്ന നല്ല പങ്കാളുകളും കുടുംബസ്ഥരാണ്. ദൈവം മക്കളെ ദാനമായിട്ടൊക്കെ നൽകിയിട്ടുണ്ട്. ഒരു മകനോ മകളോ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തെറ്റ് ചെയ്താൽ സമൂഹം പൊറുക്കാതിരിക്കുന്നതായിട്ടുള്ള അവസരത്തിലും അയൽവക്കക്കാർ പൊറുക്കാതിരിക്കുന്നതായിട്ടുള്ള അവസരത്തിലും സ്നേഹിതരും ബന്ധുക്കളുമൊക്കെ പൊറുക്കാതിരിക്കുന്നതായിട്ടുള്ള അവസരത്തിലും നമുക്കൊരു കാര്യം മാത്രമേ ചെയ്യുന്നതിനായിട്ട് സാധിക്കുള്ളൂ. അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ആ പൈതലിനെ ചേർത്ത് പിടിക്കുന്നതിന് മാത്രം. നത്തിങ് മോർ. ഇതെൻ്റെ മകനാണ്, ഇതെൻ്റെ മകളാണ്. ബാബു എബ്രഹാം എന്ന് പറഞ്ഞതായുള്ള ഗ്രന്ഥകാരൻ ആ ഭവനത്തിലെ ഒരു കുട്ടിയാണ്. അവൻ അനാഥാലയത്തിലൊക്കെ ഇടയ്ക്ക് പോകേണ്ടതായിട്ടൊക്കെ വന്നു. അമ്മ അവിടെ കൊണ്ടാക്കിയതുകൊണ്ട് വളരെ പ്രയാസകരമായിട്ടുള്ള ജീവിതമാണ് നയിക്കുവാനിടയായത്. എന്നാൽ അവിടെയെല്ലാം പ്രയാസങ്ങളൊക്കെ സഹിച്ചും വഹിച്ചും അവൻ പഠിച്ചു, നല്ല മാർക്ക് വാങ്ങി ഉയർന്ന ക്ലാസ്സിൽ പാസ്സാകുന്നതിനൊക്കെ ഇടയായിട്ട് തോന്നി. സാമ്പത്തികമായുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് മലങ്കര മാർത്തമ്മ സുറിയാനി സഭയിൽ ഒരു പട്ടക്കാരൻ്റെ വീട്ടിൽ ചെന്നു. ആവശ്യമെല്ലാം മനസ്സിലാക്കിയ അവസരത്തിൽ 5000 രൂപ എടുത്തു കൊടുത്തു.
ഇന്ന് നിങ്ങൾ പാരിഷ് ഡേയ്ക്ക് നൽകിയതായിട്ടുള്ള സ്തോത്ര കാഴ്ച എത്രയാണ് എന്ന് കവർ തുറക്കുമ്പോൾ ട്രസ്റ്റിമാർ മനസ്സിലാക്കും. മറ്റൊരു പ്രയാസ സാഹചര്യത്തിൽ ഈ ബാബു എബ്രഹാം ആ കുടുംബത്തെ തന്നെ, ആ അച്ഛൻ്റെ വീട്ടിൽ തന്നെ ചെന്നു. അപ്പോൾ അവരുടെ കയ്യിൽ പണമില്ല. എന്നാൽ ആവശ്യത്തെ കേട്ടതായുള്ള അവസരത്തിൽ കൊച്ചമ്മ കയ്യിൽ കിടന്നതായുള്ള വള ഊരിയെടുത്തിട്ട് പറഞ്ഞു, ഇത് കൊണ്ടുവച്ചിട്ട് കിട്ടുന്നതായുള്ള പണമെടുത്ത് അവൻ്റെ ആവശ്യത്തിന് കൊടുക്കുക. ഞാൻ കെട്ടുകഥ പറയുകയല്ല. ഇത് അവസാനം നമ്മളുടെ കാലം ചെയ്തതായുള്ള ഗീവറീസ് അത്തനേഷ്യസ് തിരുമേനിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. തിരുമേനി അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം അവിടെ ചെന്നു. അന്ന് ജോൺസൺ ടി മാത്യു അച്ഛനാണ് സെക്രട്ടറി. അച്ഛനും തിരുമേനി ഇപ്പോൾ ഇല്ല. എന്നാൽ ആ പുസ്തകത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഈ ആളിനെ കണ്ട കാര്യം മനസ്സിലാക്കിയ അവസരത്തിൽ തിരുമേനി അദ്ദേഹത്തോട് പറഞ്ഞു, നിനക്ക് പഠിക്കാവുന്നിടത്തോളം പഠിച്ചുകൊള്ളുക, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. പഠിക്കാവുന്നിടത്തോളം പഠിച്ചു, ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് തിരുമേനിയുടെ അന്ത്യനാളുകൾ വരെ ആ പറഞ്ഞതായിട്ടുള്ള വാക്ക് പാലിച്ചു എന്നതാണ്. അദ്ദേഹം നാട്ടിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു, ഡൽഹിയിൽ പോയി പഠിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് വിദേശത്തേക്ക്, യൂറോപ്പിലേക്ക് പോകുന്നതിനായിട്ടുള്ള സാധ്യതയുണ്ടായി. യൂറോപ്പിൽ പോയി. യൂറോപ്പിൽ ചെന്നതായിട്ടുള്ള അവസരത്തിൽ അവിടെ ഉണ്ടായിരുന്നതായുള്ള ഒരു വിധവ, യൂറോപ്യൻ ലേഡി, എയർപോർട്ടിൽ ചെന്ന് അദ്ദേഹത്തെ സ്വീകരിക്കുമായിരുന്നു. അദ്ദേഹത്തിന് വേണ്ടതായിട്ടുള്ള ആവശ്യങ്ങളിൽ സാമ്പത്തികമായിട്ട് സഹായിക്കുമായിരുന്നു. അദ്ദേഹം അവിടെ പഠിച്ചു എന്ന് മാത്രമല്ല, അവിടെ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുവാനൊക്കെ ഉതകുന്നതായുള്ള നിലയിലേക്ക് ഉയർന്നു വന്നു. അദ്ദേഹം ഒരു പ്രൊഫസറായി, അദ്ദേഹം ഒരു റിസർച്ച് സ്കോളറായി. അപ്പോൾ തൻ്റെ വീട്ടിലെ ആവശ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വിളിക്കുമായിരുന്നെന്ന് മാത്രമല്ല, എത്രയും വേഗം നാട്ടിൽ വരാനായിട്ട് ശ്രമിക്കും. കാരണം അമ്മ ക്യാൻസർ രോഗിയായിട്ട് മാറി. വാട്ട് എ ട്രാജഡി. അമ്മയ്ക്ക് അവരുടെ അവസരത്തിൽ മരുന്ന് ലഭിക്കണം, അതിനു വേണ്ടിയതായുള്ള പണം ചെലവാക്കണം. അദ്ദേഹം അതെല്ലാം തന്നാലാവോളം നിവർത്തിച്ചു. അമ്മ മരിച്ചു. മരിക്കുന്നതിന് മുമ്പ് അപ്പൻ പറഞ്ഞു, ഈ അമ്മയുടെ ചികിത്സയ്ക്കായി നീ ഒരു 4 ചെക്ക് എന്നെ ഏൽപ്പിക്കണം. സാമ്പത്തികമായുള്ള പരാധീനത ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അതും ബാബു എബ്രഹാം ചെയ്തു. ആ പുസ്തകത്തിൽ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രാവശ്യമല്ല, 2 പ്രാവശ്യമല്ല, 3 പ്രാവശ്യത്തോളം ഞാനത് വായിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിൻ്റേതായുള്ള കഥയാണെങ്കിൽ പോലും, ചരിത്രമാണെങ്കിൽ പോലും, നമ്മെ പഠിപ്പിക്കുന്നതായുള്ള അനേക പാഠങ്ങൾ അതിനകത്തുണ്ട്. സാമൂഹിക പ്രതിബദ്ധത എങ്ങനെയായിരിക്കണം, സ്നേഹം എങ്ങനെയായിരിക്കണം, പൊറുക്കുന്നത് എങ്ങനെയായിരിക്കണം, ഐക്യത്തിൽ ജീവിക്കേണ്ടത് എങ്ങനെയായിരിക്കണം, ഇങ്ങനെ എത്രയോ കാര്യങ്ങളാണ് നമുക്കതിൽ നിന്ന് പഠിക്കുവാനായിട്ട് സാധിക്കുന്നത്. നാം ചെയ്യുന്നതായുള്ള ഒരു നല്ല പ്രവൃത്തി അത് ആയുസ് വരുന്നുണ്ടായിരിക്കും, അത് തലമുറകൾക്ക് അനുഗ്രഹം ചെയ്യും എന്ന കാഴ്ചപ്പാടുണ്ടാകുവാനൊക്കെ നമുക്കിടയായിട്ട് തരും. ഈ ലഹരി വിരുദ്ധ ദിവസത്തിൽ ഒന്ന്, ഞാൻ കുടിക്കുകയില്ല, മദ്യം കൊടുക്കുകയില്ല എന്ന പ്രതിജ്ഞ എടുക്കുവാനായിട്ട് സാധിക്കും. ഞാനൊരിക്കൽ ഗോവയിൽ പോവുകയുണ്ടായി. അവിടെ നമുക്കൊരു ഡി അഡിക്ഷൻ വർക്കുണ്ട് എന്നത് മനസ്സിലാക്കിയ അവസരത്തിൽ അതിലേർപ്പെട്ടിരിക്കുന്ന ആളുകളോടും മദ്യപാനത്തിൽ നിന്ന് മാറുന്നതിനായിട്ട് ശ്രമിക്കുന്നതായ ആളുകളോടൊക്കെ സംസാരിക്കുന്നതിനിടയായിട്ട് തോന്നും. അപ്പോൾ ഈ മദ്യപാനം നിർത്തുന്നതിനായിട്ട് ആഗ്രഹിച്ചതായ ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ പ്രയാസത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ്,
ഞാൻ ചില വർഷങ്ങളായിട്ട് മദ്യം തൊട്ടിട്ടില്ല, മദ്യം ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ എൻ്റെ സ്നേഹിതന്മാരെല്ലാം കൂടെ കൂടി മദ്യം വിളമ്പിയതായിട്ടുള്ള അവസരത്തിൽ ഞാൻ കുടിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ മദ്യമെടുത്ത് എൻ്റെ ചെറിയിൽ പുരട്ടി ഞാൻ വീണ്ടും മദ്യം കുടിക്കേണ്ടതായിട്ട് വന്നു. നമ്മളുടെ കൂട്ടുകെട്ടുകൾ, ഇടവക എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയാണ്, ഒരു ഫെലോഷിപ്പാണ്. ദിസ് ഇസ് എ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി, എ ബിലീവിങ് കമ്മ്യൂണിറ്റി, എ വർഷിപ്പിംഗ് കമ്മ്യൂണിറ്റി. എന്താണ് ഈ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നതിൻ്റെ അർത്ഥം? എ കമ്മ്യൂണിറ്റി ഈസ് നോട്ട് ടു ഡിസ്ട്രോയ് ദി അതർ, നോട്ട് ടു കിൽ ദി അതർ. എ ഫെയ്ത്ത് കമ്മ്യൂണിറ്റി, എ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഈസ് ടു ലവ് വൺ അനദർ. കർത്താവായ യേശു ക്രിസ്തു അതല്ലേ പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളെ തമ്മിൽ സ്നേഹിക്കണം. അത് എക്സ്പ്രസ് ചെയ്യുന്നതിനായിട്ടുള്ള, അത് പാലിക്കുന്നതിനായിട്ടുള്ള ഒരു ഇടമാണ് നമ്മളുടെ ഇടവക എന്ന് പറയുന്നത്. Are we able to do that? കോട്ടയത്തും പുതുപ്പള്ളിയിലും വന്ന് ഞാനിത് പറയേണ്ടതായുള്ള ആവശ്യകതയില്ല. കാരണം ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ധാരാളം ഈ പ്രദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നെനിക്കറിയാം. അനേകം ആളുകൾ മദ്യപാനത്തിൽ നിന്ന് വിമുക്തരായിട്ട് തീർന്നിട്ടുണ്ട്. ആൽക്കഹോളിക് അനോണിമസ് ഗ്രൂപ്പ് ധാരാളമായിട്ടുള്ളതായിട്ട് പ്രദേശം, അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നതായുള്ള ആളുകൾ ഉള്ളതായുള്ള പ്രദേശം. എന്നാൽ എനിക്കും നിങ്ങൾക്കും ഒരു കടമയുണ്ട്, ഒരു ചുമതലയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മദ്യം കൊടുക്കുകയില്ല, മദ്യം തൊടുകയില്ല എന്നുള്ള പ്രതിജ്ഞ എടുക്കുവാനായിട്ട് സാധിക്കും. ഞാൻ തുറന്നു പറയട്ടെ, ഇറ്റ്സ് അവർ ഫ്രണ്ട് സർക്കിൾ ദാറ്റ് എനേബിൾ us to drink. It's a friend circle. Can we get addicted with the Lord? അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുന്നതായുള്ള അവസരത്തിൽ പ്രത്യേകം പറയുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ ഇടയിലുള്ള എല്ലാ പ്രയാസങ്ങളെയും അതിജീവിക്കുന്നതിനായിട്ട് സാധിക്കും. വളരെയധികം ഡിവിഷൻ ഉണ്ടായിരുന്ന ഒരു പ്രദേശമായിരുന്നു കൊരിന്ത്. അപ്പൊല്ലോസിൻ്റെ പക്ഷക്കാരൻ, പൗലോസിൻ്റെ പക്ഷക്കാരൻ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാരൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡിവിഷൻസ് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു സ്ഥലം. അവരോടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതം കൊണ്ട് നിങ്ങൾ ഇതിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നതിനും അതിജീവിക്കുന്നതിനായിട്ടും സാധ്യമായിട്ട് തീരണം. നമ്മളാ ദേവാലയത്തിൽ ചേർന്ന് നിൽക്കുന്ന ഒരു വലിയ കുർബാനയുടെ മധ്യത്തിൽ, ആരാധനയുടെ മധ്യത്തിലായിരിക്കുന്നു. ദിസ് ഈസ് വാട്ട് ദ ഗോസ്പൽ ഈസ്. നാം ദൈവത്തെ കാണുമ്പോൾ, നാം ദൈവത്തെ അറിയുമ്പോൾ, ക്രിസ്തുവിനുള്ളവരായിട്ട് തീരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൻ്റെ രൂപാന്തരത്തിലൂടെ, സ്വഭാവത്തിൻ്റേതായുള്ള ശ്രേഷ്ഠതയിലൂടെ അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നവരായിട്ട് തീരുന്നതിനിടയായിട്ട് തീരും. Are we able to do that? ഞാൻ അടുത്ത സമയത്ത് നമ്മുടെ കാലം ചെയ്ത ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം തിരുമേനി സ്പോർട്സ് താരമായിട്ടുള്ള എം വിജയനോട് സംഭാഷിക്കുന്നതായുള്ള കോൺവെർസേഷൻ കേൾക്കുന്നതിനിടയായിട്ട് തോന്നുന്നു. ആ കോൺവെർസേഷനിൽ ഈ വിജയൻ തിരുമേനിയോട് ചോദിക്കുന്നുണ്ട്, തിരുമേനി, ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാനൊരു ഫുട്ബോൾ താരമാണ്, ഞാൻ ഫുട്ബോൾ കളിക്കുമ്പോൾ അത് മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ. എന്നാൽ ഇന്നങ്ങനെയല്ല. ഇന്നത്തെ തലമുറയിൽ വളരെയധികം സാമൂഹിക ദോഷങ്ങൾ ഉളവാകുന്നതിനായിട്ടും കുഞ്ഞുങ്ങളത് ചിന്തിക്കുന്നതിനായിട്ട് ഇടയാവുന്നത് എന്തുകൊണ്ടാണ് എന്നത് അദ്ദേഹം തിരുമേനിയോട് ചോദിച്ചു. അപ്പോൾ തിരുമേനി പറഞ്ഞു, ജീവിതത്തിൻ്റെ പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള വൈമനസ്യം കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള വൈമനസ്യം.
ചിലർക്ക് കൊതുക് കടിച്ചാൽ പോലും വലിയ വിഷമമാണ്. അപ്പോൾ പിന്നെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തുമാത്രം വിഷമമായിരിക്കും. ഒരു ഡോക്ടറെ കാണുമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിഷമമായിരിക്കും. ഒരു സർജറിക്ക് വിധേയമാകണമെന്ന് പറഞ്ഞാൽ എന്തുമാത്രം വിഷമമായിരിക്കും. ജീവിത യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കുവാനായിട്ടുള്ള വൈമനസ്യം ഒരളവിലല്ലെങ്കിൽ മറ്റൊരളവിൽ നമ്മളിലെല്ലാം ഉണ്ട്. ഈ വൈമനസ്യം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് കൊണ്ടാണ്, പോസിറ്റീവായിട്ട് കാര്യങ്ങളെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ്, നിശ്ചയദാർഢ്യമില്ലാത്തത് കൊണ്ടാണ്, സമർപ്പണമില്ലാത്തത് കൊണ്ടാണ് സാമൂഹ്യ ദോഷങ്ങൾ വിന്യസിക്കുവാൻ തക്കവണ്ണം സമൂഹത്തിൽ കാലഘട്ടത്തിൽ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് ദൈവത്തെ നോക്കി വിളിക്കാൻ വന്നു ചേർന്നിരിക്കുന്നതായ വിശ്വാസികളെ ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ദൈവത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നതല്ല, കർത്താവിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ, കർത്താവിൻ്റെ പരിശുദ്ധ ശുശ്രൂഷയെക്കുറിച്ച് സുവിശേഷ ഭാഗങ്ങളെല്ലാം വായിക്കുവാൻ നമുക്കിടയാകുന്നുണ്ട്, ഞാൻ വിസ്തരിക്കുന്നില്ല. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പനയാണ് കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നത്. ആ സ്നേഹത്തെ മനസ്സിലാക്കി അന്യോന്യം സഹിച്ച് വഹിച്ച് പരസ്പര ധാരണയോടുകൂടി ദൈവമക്കളായിട്ട് ജീവിപ്പാണ്ടൊക്കെയാണ് എല്ലാ വൈഷമ്യങ്ങളെയും നേരിടുന്നതിനായിട്ടും അതിൻ്റെ യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായിട്ട് കാണുന്നതിനായിട്ടും പ്രയാസകരമായുള്ള സാഹചര്യങ്ങളെ അതിജീവിക്കുന്നതിനായിട്ടും കർത്താവെ നമുക്ക് കൃപ നൽകട്ടെ എന്നത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു.